ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ സസ്പെൻഷനെതിരെ ഗുസ്തി താരം ബജ്രംഗ് പൂനിയ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ല. സാമ്പിൾ എടുക്കാൻ കാലഹരണപ്പെട്ട കിറ്റാണ് കൊണ്ടുവന്നതെന്നും അതിൽ എന്ത് നടപടിയെടുത്തു എന്ന് നാഡ വിശദീകരിക്കണമെന്നും ബജ്രംഗ് പൂനിയ ആവശ്യപ്പെട്ടു. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. ബജ്രംഗ് പൂനിയയുടെ പാരീസ് ഒളിമ്പിക്സ് പ്രതീക്ഷകൾ മങ്ങുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്താണ് ഇപ്പോൾ ഇതിൽ നടപടി എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന തരത്തിൽ, ഒപ്പം തന്നെ ഈ ബജ്രംഗ് പൂനിയ ഇക്കാര്യത്തിൽ എന്തൊക്കെ വിശദീകരണമാണ് നൽകുന്നത്? ഈ ഉത്തേജക വിരുദ്ധ ഏജൻസി ഇന്നിപ്പോൾ ബജ്രംഗ് പുനിയയെ വിലക്കിയിരുന്നു. അതായത് നേരത്തെ സോനിപ്പത്തിൽ മാർച്ച് നടന്ന മത്സരത്തിന് പിന്നാലെ അദ്ദേഹം സാമ്പിൾ നൽകാതെ മടങ്ങുകയാണ് ചെയ്തത്. അത് ആവശ്യപ്പെട്ട് പലതവണ സമീപിച്ചെങ്കിലും സാമ്പിൾ നൽകാൻ തയ്യാറാവുകയും ചെയ്തില്ല. യൂറിൻ ഉൾപ്പെടെയുള്ള സാമ്പിളുകളാണ് നൽകാതിരുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇതിൽ നടപടി ഉണ്ടായത്. നിലവിൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സ് സാധ്യതകൾ പോലും മങ്ങുന്നതാണ് ഈ സസ്പെൻഷൻ നിലനിൽക്കുകയാണെങ്കിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ മറ്റ് പരിശീലന പരിപാടികളിലോ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി ബജ്രംഗ് പുനിയ തന്നെ നേരിട്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇതിൽ വ്യക്തമാക്കുന്നത് താൻ ഇതിൽ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാലഹരണപ്പെട്ട, അതായത് കാലാവധി കഴിഞ്ഞ കിറ്റാണ് തൻ്റെ സാമ്പിൾ ശേഖരിക്കാൻ വേണ്ടി കൊടുത്തുവിട്ടത്. അത്തരത്തിലുള്ള കിറ്റ് കൊടുത്തുവിട്ടതുകൊണ്ടാണ് താൻ സാമ്പിൾ നൽകാതിരുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് ദേശീയ ഉത്തേജക ഏജൻസിക്ക് പറയാനുള്ളത്, ഉത്തേജക വിരുദ്ധ ഏജൻസിക്ക് പറയാനുള്ളത് എന്ന ചോദ്യവും എന്താണെങ്കിലും ബജ്രംഗ് പുനിയ ഈ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിൽ ഒരു നോട്ടീസ് നേരത്തെ തന്നെ ഇതിൽ ഏജൻസി നൽകിയിരുന്നു. ആ നോട്ടീസിന് ഇതുവരെ ബജ്രംഗ് പുനിയ മറുപടി നൽകുകയും ചെയ്തിട്ടില്ല. ആ നോട്ടീസിനുള്ള മറുപടി വക്കീൽ, അഭിഭാഷകൻ നൽകും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ബജ്രംഗ് പുനിയ എന്താണെങ്കിലും സസ്പെൻഡ് ചെയ്തുള്ള തീരുമാനത്തിലേക്ക് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി എത്തുകയും ചെയ്ത്. ഈ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ബ്രിജ് ഭൂഷന്റെ എതിരായ ലൈംഗിക അതിക്രമ പരാതിയുമായി ബന്ധപ്പെട്ടുണ്ടായ സമരങ്ങളൊക്കെ ബജ്രംഗ് പുനിയ വളരെ സജീവമായിരുന്നു. അതിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരിനെ അടക്കം വലിയ രീതിയിൽ തന്നെ സമ്മർദ്ദത്തിലാക്കാനും ഈ കായിക താരത്തിന് കഴിയുകയും ചെയ്തു. എന്താണെങ്കിലും നിലവിലത്തെ വിവാദം അത് തീർച്ചയായും ഒളിമ്പിക്സ് സാധ്യതകളെ പോലും ബാധിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സസ്പെൻഷൻ ഇതേപടി തുടരുകയാണെങ്കിൽ ബജ്രംഗ് പുനിയയ്ക്ക് വരും ദിവസങ്ങളിലും മത്സരങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കാനോ ഒന്നും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ശ്രുതി, ശരി. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ സസ്പെൻഷൻ നടപടിക്കെതിരെയാണ് ഗുസ്തി താരം ബജ്രംഗ് പൂനിയ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ല എന്നാണ് ബജ്രംഗ് പൂനിയ പറയുന്നത്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.